പക്ഷെ പലപ്പോഴും ഞാൻ ക്ലാസ്സുകളിൽ പോകുമ്പോൾ ഈ ടീച്ചേഴ്സിന്റെ ഒക്കെ ഇടയിൽ ഇപ്പൊ റീസെന്റ് ഉണ്ടായിരുന്ന ചർച്ച എന്താ വെച്ചാൽ വടി തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും കോടതിക്ക് ബോധം വന്നല്ലോ, വടി മാറ്റി വെക്കാൻ പറഞ്ഞിരുന്നു, വടി തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ ആശ്വാസം കൊള്ളുന്ന കുറെ ടീച്ചേഴ്സിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ എന്തുകൊണ്ടാണ് അടിക്കില്ലെന്നാണ് പെയിൻ ഒരു പാഠമാകാൻ വേണ്ടിയിട്ടായിരിക്കും. പെയിൻ ഒരു പാഠമാകൂ? പെയിൻ നമുക്ക് തീയെ തൊടുമ്പോ വേദനിക്കണോണ്ടാണല്ലോ തീ തൊടാത്തത്. അതുപോലെ പെയിൻ പാഠമാകുമെന്ന് കരുതിയിട്ടായിരിക്കും. എന്താ പറയാ, പെട്ടെന്നുള്ള ഒരു റെസ്പോൺസ് ആയിട്ടല്ലേ അടി വരിക. നമ്മൾ ചിന്തിച്ചിട്ടല്ലോ, ചിന്തിച്ചിട്ടടിക്കുന്നവരുണ്ട്. ഒരു കടയിലൊക്കെ പ്രശ്നമായ കടയുടെ മുന്നിൽ നിന്നും അടിക്കൂല, വീട്ടില് കൊണ്ടുപോയിട്ട് പ്ലാൻഡ് ആണ്, പ്രീമെഡിറ്റേറ്റഡ് ആണ്. അത് ഭയങ്കര ക്രൈം തന്നെയാണ്. അപ്പൊ ഞാൻ പറയട്ടെ എന്തുകൊണ്ട് അടിക്കണേന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ കുട്ടികളെ ഇഷ്ടാറില്ല. ചെറിയ കുട്ടികളൊന്നും കാര്യമില്ല, ധരിപ്പിക്കട്ടെ എന്റെ ലാസ്റ്റ് ലേറ്റ് ഒരു തിരിച്ചല്ലാത്തോണ്ട് അടിക്കുന്നത്. അങ്ങനെ തല്ലി തന്നാ അതെ അപ്പൊ നിർത്തും. അങ്ങനെ അടിച്ച് നന്നാക്കിയാല് ഒരു പെയിൻ നമുക്ക് ഭയങ്കര നന്നാക്കുകയാണ്. ക്രിമിനൽസിനൊക്കെ ഒരൊറ്റ തല്ല് കൊടുത്താലും നന്നാവണ്ടേ? തിരിച്ചിട്ടൂലേ? കുറച്ച് വലുതായി കഴിഞ്ഞാല് എസ്പെഷ്യലി ബോയ്സ് ഒക്കെ, ഗേൾസിനൊക്കെ പിന്നെ കിട്ടുന്നത് അതില്ലേ, വലുതായാലും കിട്ടുന്നുണ്ട്. ബോയ്സ് ഒക്കെ നമുക്ക് നല്ലതൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ തല്ലല്ലോ, ഒന്നിന് പിടിച്ചു വെക്കും. ആ പിടുത്തം മതി അല്ലേ, നമ്മളെ കൈ പിടിച്ചു വെച്ചാൽ അത് മതി. തിരിച്ചല്ലാത്തോണ്ട് തന്നെയാണ് കുട്ടികളെ തല്ലുന്നത്, അല്ലാതെ അവർ അടിച്ചു തന്നതുകൊണ്ടൊന്നുമല്ല. ബിക്കോസ് നമ്മളും ഒരു ചൈൽഡ്ഹുഡിലൊക്കെ കടന്നു പോയിട്ടുണ്ട് അല്ലേ? നമുക്ക് നമ്മുടേതായ കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി തീർക്കാൻ കിട്ടുന്ന ഒരു ആൾക്കാരാണ് കുട്ടികൾ അല്ലേ? മോർദി കുട്ടികൾ മോർദി ബെറ്ററാണ് സോ ഷീ ഈസ് ലൈക്ക് റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പൊ ആക്ച്വലി സീരിയസ്ലി നമ്മളൊന്ന് ആലോചിച്ചോക്ക്, നമ്മൾ ശരിക്കും വയലൻസിനെയാണ് അടിക്കുക എന്നുള്ളതുകൊണ്ട് സയന്റിഫിക്കലി ഇഫ് യു ലുക്ക് അറ്റ് ദി ന്യൂറോ ബയോളജി ഓഫ് ദി ബ്രെയിൻ, ലൈക്ക് ദി സ്റ്റഡീസ്, അടിക്കുമ്പോൾ അവിടെ ഒരു ലേണിംഗ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഓക്കെ കോൺസിക്വൻസിനെ ഭയന്നുകൊണ്ട് ലേണിംഗ് വേറെയാണ്, കോൺസിക്വൻസ് വേറെയാണ്. ഇന്നലെ നിന്ന കോൺസിക്വൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തൽക്കാലം മോഡിഫൈ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലേണിംഗ്. ഇത് ചെയ്താൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ടുള്ള ലേണിംഗ് അല്ല സംഭവിക്കുന്നത്. സോ കുഞ്ഞു കുട്ടികളിൽ നമ്മൾ കാണുന്നത്, അഡൽട്സ് കാണുന്നത്